നമുക്കിപ്പോൾ നേപ്പാളിൽ നിന്ന് പ്രദീപ് കുമാറിന്റെ ശബ്ദ സന്ദേശം ലഭിച്ചിട്ടുണ്ട്. ആ ശബ്ദ സന്ദേശം കേൾക്കാം. ഇപ്പോൾ എല്ലാവരും സേഫാണ്, പ്രോബ്ലം ഒന്നുമില്ല. നേരത്തെ ഞങ്ങളുടെ മറ്റേ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നമ്മളെല്ലാവരും പാനിക്കായി എന്ന് പറഞ്ഞാൽ എന്താണ് നെക്സ്റ്റ് ലെവൽ എന്നുള്ള ഒരു അറിവില്ലായിരുന്നു. എങ്ങോട്ട് പോകാൻ പറ്റും, റിട്ടേൺ പോകാനും സൗകര്യമില്ല എന്ന് പറഞ്ഞു, മുന്നോട്ട് പോകാനും പറ്റാത്ത അവസ്ഥ, ഡൈവേർഷൻ റോഡുകളില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുറേ സമയം 2:30 വരെ ഞങ്ങൾ കുടുങ്ങിപ്പോയി. ഇപ്പോഴെല്ലാവരും ഒന്ന് റിലാക്സ് ആയി. ഒരു റൂട്ട് ഡൈവേർഷൻ തന്നിട്ടുണ്ട്. ഏകദേശം ഒരു 60 കിലോമീറ്ററുടെ വനത്തിലൂടെ മലയാളം കയറി പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട ഒരു ചെറിയ ടൗൺ കിട്ടി. അവിടെ നിന്ന് എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് ഫ്രഷായി. ഇപ്പോൾ എല്ലാവരും ഓക്കെയാണ്, നോ പ്രോബ്ലം. യെസ്, അപ്പോൾ അതാണ് പ്രദീപ് അവിടെ നിന്ന് നൽകുന്ന ഒരു സന്ദേശം. കാസർഗോഡിൽ നിന്നാണ് പ്രദീപ് കുമാർ പോയത്. അവിടെ ഇപ്പോൾ സുരക്ഷിതരാണ് എന്ന ഒരു സന്ദേശം ലഭിക്കുന്നു. അത് വലിയ ആശ്വാസം പകരുന്നു. അവർക്ക് വഴിമാറി പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഏതായാലും അവിടെ വെള്ളപ്പൊക്കം വലിയ തോതിൽ ജനജീവിതത്തെ ബാധിച്ചു എന്നതിൻ്റെ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഈ ഗാൻടാക്, നാരായണി നദികളിൽ വെള്ളത്തിൻ്റെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് നൽകുന്ന ഒരു സന്ദേശം. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ വ്യാപകമായി ഇതിനെ സംബന്ധിച്ച് ഒരു ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശവും അവിടെ നൽകുകയാണ്. ഒപ്പം ഈ മഹാരാജ്ഗഞ്ചിലും കുഷിനഗറിലും അവിടെ വെള്ളം ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം ഈ വെള്ളം ഉയരാനുള്ളതിൻ്റെ കാരണം പരിശോധിക്കുന്നുണ്ട്. അത് എന്താണ് എന്ന് ഇപ്പോൾ അവിടെ നിന്ന് നേപ്പാളിൽ നിന്ന് ചില വിവരങ്ങൾ വരുന്നുണ്ട്. ബൊഡേക്കോഷി നദിയാണ് കരകവിഞ്ഞ് ഒഴുകിയിട്ടുള്ളത്. നേപ്പാളിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹൈഡ്രോളജി, മിറ്റിയോറോളജി വകുപ്പുകൾ ഇത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തുന്നു. അത് മഴ കൊണ്ട് മാത്രമല്ല എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നേപ്പാളിൽ കുടുങ്ങിയ രഞ്ജിത എന്നോടൊപ്പം ചേരുന്നു. ശ്രീമതി രഞ്ജിത കേൾക്കാമോ? ഹലോ. അവിടെ എല്ലാവരും സുരക്ഷിതരാണോ? എന്താണ് അവിടെ നിന്ന്? കോട്ടയത്ത് നിന്നുള്ള ഒരു 15 അംഗ സംഘവും കൊച്ചി, എറണാകുളം, കണ്ണൂര് എന്നുള്ള കുറച്ച് പേരുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ 36 സംഘമാണ് 23-ാം തീയതി കൊച്ചിയിൽ നിന്ന് പോകുന്നത്. ഞങ്ങൾ ഇന്ന് രാവിലെ കാഠ്മണ്ഡുവിൽ നിന്ന് മനോകാമന ടെമ്പിളിലേക്ക് പോകുന്ന വഴിക്കുള്ള റോഡിൽ ഇടയ്ക്ക് ബ്ലോക്കായി. ഞങ്ങളത് ഒരു സ്വയംഭൂനാഥ് ടെമ്പിൾ കയറാൻ വേണ്ടിയിട്ട് ഒരു 15-20 മിനിറ്റോടെ ലേറ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയത്. ഞങ്ങള് അതിന് മുമ്പായിട്ടുള്ള ഒരു പോർഷനിൽ വന്നപ്പോൾ വണ്ടി ബ്ലോക്ക് ആവുകയും ലൈവായിട്ട് ഈ നദി കരയെടുത്ത് പോകുന്നതുമായിട്ട് ഞങ്ങളുടെ ഇതിൽ കാണാൻ പറ്റി കണ്ണില്. അത് വലിയ വണ്ടികൾ, ട്രക്കുകളൊക്കെയാണ് പോയത്. ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾ ആ ഒരു ബ്ലോക്കിൽപ്പെട്ട് അവിടെ നിന്നത്. ഇപ്പൊ ഞങ്ങൾ സുരക്ഷിതരായി പൊക്കാറയ്ക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. വേറൊരു റോഡിൽ കൂടി ഒരു 3 മണിക്കൂർ കാട്ടിൽ കൂടിയുള്ള യാത്രയിലാണിപ്പോൾ. അതായത് നിങ്ങൾ ബ്ലോക്കിൽ പെട്ടത് ഇപ്പോൾ വേറൊരു തരത്തിൽ നോക്കിയാൽ ഭാഗ്യമായി അങ്ങോട്ടേക്ക് പോകാതിരുന്നത് ആ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഭാഗ്യമായി വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? ചെറിയതുമാണ് ഞങ്ങൾക്ക് രക്ഷയായത്. അപ്പോൾ ഞങ്ങൾ ആ റോഡ് കടന്നിരുന്നെങ്കിലോ പാലം ഒഴുകിപ്പോയി. പാലത്തിനപ്പുറത്ത് ചെന്ന് കഴിഞ്ഞിരുന്നെങ്കിലും റോഡുകൾ ബ്ലോക്കായി ഞങ്ങൾ ഇടയ്ക്ക് കുടുങ്ങി പെട്ടുപോയേനെ അവിടെ. ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ സംഘത്തിലെ എല്ലാവരും സുരക്ഷിതരാണ്? ഞങ്ങളുടെ സംഘത്തിൽ എല്ലാവരും സുരക്ഷിതരാണ്. കൊച്ചിയിൽ നിന്നും കോട്ടയത്തു നിന്നുമുള്ള ആളുകളാണ്. കുട്ടികളൊക്കെ ഉണ്ടോ അതിൽ? സ്ത്രീകൾ എത്ര പേരുണ്ട്? ഉണ്ട്, കുട്ടികളുണ്ട്. സ്ത്രീകളും അടങ്ങുന്ന ഒരു സംഘമാണ്. ഫാമിലിയാണ്. ഇത് ഒരു വിനോദസഞ്ചാരം എന്ന നിലയിലാണ് നേപ്പാളിലേക്ക് പോയത്, അല്ലേ? അതെ അതെ അതെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.